പരവൂരിൽ വീട് കയറി മർദ്ദിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പോലീസുകാർക്കെതിരെ കേസ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പൂതക്കുളം സ്വദേശി നൽകിയ പരാതിയിലാണ് ഭർത്താവായ എസ്ഐയും സുഹൃത്തായ വനിതാ എസ്ഐയും അടക്കം 4 പേർക്കെതിരെ പരവൂർ പോലീസ് കേസെടുത്തത്. വീട്ടിൽ വന്നിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫോൺ എടുക്കാനായിട്ട് പോയപ്പോൾ കൈ പിടിച്ച് തടഞ്ഞു നിർത്തുമായിരുന്നു, ഫോൺ എടുക്കാൻ സമ്മതിക്കാതെ. അതിനുശേഷം എന്നെ കഴുത്തിന് കുത്തി പിടിച്ച് ഭിത്തിക്കകത്ത് ചേർത്ത് നിർത്തി എന്നെ കവിളിലടിച്ചു. കവിളിലടിച്ചതിന് ശേഷം പറഞ്ഞു, നീ ഇത് ആരെടുത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നു കളയുന്നു പറഞ്ഞു. ആരെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും, നിൻ്റെ കൊച്ചിനെയും ശരിയാക്കും, നിന്നെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു. കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അത് ആത്മഹത്യയാക്കി ഞാൻ മാറ്റും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തും ചെയ്യാൻ പറ്റും, എൻ്റെ അച്ഛനെയും അനിയത്തെയും കള്ളക്കേസിൽ അകത്താക്കും, അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിച്ചു. ആ അടിച്ചതിന് ശേഷം ഒരുപാട് ചീത്ത വിളിച്ചു. പിന്നെ ശക്തി എടുത്ത് അവരെ തള്ളി മാറ്റിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ ഇത് കേട്ട അമ്മ വരുമായിരുന്നു. അമ്മ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും ഒരു സംഭവം നടന്നിട്ടില്ലാത്ത രീതിയിൽ ഞാൻ വീട്ടിൽ വന്നവരെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ആ സ്റ്റോറി അങ്ങനെ മാറ്റിയെടുക്കുമായിരുന്നു. 50 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കണം, അവർക്ക് കൊടുക്കണം, അത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്കിവിടെ SIയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുമായിരുന്നു എന്നെ. കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ജെന്യുവനായിട്ട് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇതെല്ലാം സത്യമാണെന്ന് മാഡം മനസ്സിലാക്കി. അതായത് അന്വേഷിച്ചതിന് ശേഷം മാഡം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. പരവൂർ ഇന്നലെ വീണ്ടും എൻ്റെ മൊഴി എടുത്തായിരുന്നു. അതിനകത്തും എനിക്ക് ഇട്ടിരിക്കുന്ന സെക്ഷൻസിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഞാൻ അനുഭവിച്ചത് അത്രത്തോളം അല്ല. ഒരുപാട് രീതിയിൽ ഞാൻ ആരെ അഭയം പ്രാപിക്കുമായിരുന്നു, ഏത് സ്റ്റേഷനിൽ ഞാൻ പോകുമായിരുന്നു, ആരെടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ അച്ഛൻ എൻ്റെ അടുത്ത് പറയുന്നത്, മോളെ നമുക്കിതുപോലെ മാഡത്തെ കാണാം, അവിടെ നമുക്ക് സംരക്ഷണം കിട്ടും, മാഡം നമ്മളെ മനസ്സിലാക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ മാഡത്തിനെ കാണാനായിട്ട് അവിടെ പോകുന്നത്. അവിടെ എനിക്ക് മാഡത്തിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു രീതിയിലുള്ള അപ്രോച്ചാണ് കിട്ടിയത്. പക്ഷേ ഇന്നലെ കിട്ടിയെടുത്തുനിന്നുള്ള സെക്ഷൻസ് ഇട്ടതോ അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതിനുള്ളതല്ല എനിക്ക് കിട്ടിയത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് ദേവസ്യ. ഭർത്താവായ SIയുടെ സുഹൃത്ത്, അതും ഒരു SI ആണ്, ഇവർ ചേർന്ന് മർദ്ദിച്ചുവെന്നാണോ? വെരി ഗുഡ് മോർണിംഗ് സുജയ. ഇതൊരു കുടുംബ പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ ഇത് കുടുംബ പ്രശ്നത്തിലേക്ക് അപ്പുറത്ത് ഒരു അധികാരത്തിൻ്റെ ദുർവിനിയോഗം കൂടെ വന്നിട്ടുണ്ട്. താൻ പോലീസാണെന്നുള്ള ഒരു ധാർഷ്ട്യം ഈ വനിതാ SI കയ്യിലെടുക്കുകയും അതിനുശേഷം ഈ വീട്ടിൽ കയറി ഈ സ്ത്രീയെ മർദ്ദിക്കുകയും ചെയ്തു. കൂടാതെ ഇവരുടെ കൈ തിരിച്ചൊടിക്കുകയും ഇവരുടെ ഭാഗത്തു നിന്നുള്ള മൊബൈൽ ഫോണിൽ നിന്ന് ചില കാര്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. ആ പോലീസിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷൻ നിന്ന് SIമാരായതുകൊണ്ട്, അതായത് പരാതിക്കാരിൽ ആരോപണ വിധേയരായവർ SIമാരായതുകൊണ്ട് ഈ പോലീസുകാർ ഇക്കാര്യം ആദ്യം ഈ 2 SIമാരെയും വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ഇത് ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാൽ മതിയെന്ന് ഇവർ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർക്കൊരു നീതി നിഷേധം വന്നതിന് അടിസ്ഥാനത്തിലാണ് ഇവർ പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറായ ചൈത്ര തെരേസ ജോണിനെ നേരിട്ട് കണ്ട് പരാതി നൽകുകയും മൊഴിയെടുക്കുകയും ചെയ്തത്. ഇതിനു മുമ്പ് ഇവർ നൽകിയ മൊഴി ഈ പോലീസുകാർ തന്നെ ചോർത്തി ഈ SIക്ക് നൽകുകയും ചെയ്തു, വനിതാ SIക്ക് നൽകുകയും ചെയ്തു. വനിതാ SIയുടെ സഹപ്രവർത്തകനാണ് ഈ ആരോപണ വിധേയനായ SI. ഇവർ തമ്മിലുള്ള അതിർവിട്ട ബന്ധം വിലക്കിയതാണ് ഈ കുടുംബത്തിലേക്ക് കയറി വരികയും വീട്ടിൽ വെച്ച് ഇവരെ മർദ്ദിക്കുകയും ചെയ്തത്. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചാൽ ഈ പരാതിക്കാരിയുടെ സഹോദരിയെയും പിതാവിനെയും കള്ളക്കേസിൽ കൊടുക്കാൻ സാധിക്കുമെന്നും ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറെ ഇക്കാര്യങ്ങൾ നേരിട്ട് അറിയിക്കുകയും അതോടൊപ്പം ഈ പരാതിക്കാരി കാണിച്ച മറ്റൊരു മാന്യത, ഇവരുടെ ഫോണിൽ നിന്ന്, ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ചില സന്ദേശങ്ങളും ചില കാര്യങ്ങളും ദൃശ്യങ്ങളെല്ലാം തന്നെ കമ്മീഷണർക്ക് നൽകുകയും ഇവർ നൽകിയ ഓഡിയോ ക്ലിപ്പ്, അതായത് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഓഡിയോ ക്ലിപ്പ് എല്ലാം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, 2 പേര് SIമാരാണ്. ഒരാൾ ഇവിടുത്തെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ SI ആണ്, മറ്റൊരാൾ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ SI ആണ്. ഇവരെ കാര്യമായി മർദ്ദിക്കുകയടക്കം ചെയ്തു. അതായത് സ്ത്രീധനം വാങ്ങി വിവാഹം ചെയ്തതാണ്. ഈ പണമെല്ലാം കൈക്കലാക്കുകയും വീടടക്കം കൈക്കലാക്കുകയും ചെയ്ത ശേഷം ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി, ഈ SIമാർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഇവരെ കൊന്ന് കെട്ടിത്തൂക്കുന്നതടക്കം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവർ പരാതിയുമായി എത്തിയത്. തങ്ങൾക്ക് നീതി വേണമെന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്. തങ്ങളെ വെറുതെ വിടണം, ഞങ്ങൾക്കെതിരെ ഈ കുടുംബത്തിൽ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നാണ് ഇവർ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. സുജയ, ഓക്കെ, വ്യക്തമാണ്. ദിലീപ് ദേവസ്യയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.